ഹലോ. അപ്പോൾ ഇന്നലെ ഇവിടെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൻ്റെ പുറകുവശത്ത് കൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നടന്നു നോക്കിയപ്പോൾ ഒരു തേക്കിൻ്റെ മരത്തിൻ്റെ കൊമ്പൊക്കെ പൊട്ടിയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പനമ്പഴമൊക്കെ നിറയെ വീണ് കിടക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ ആയി വരുന്നുണ്ട്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മരമാണ് പൊട്ടി വീണിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അവിടെ പുറകിലൊക്കെ വല്യമ്മയുടെ വീട്ടിലവിടെയൊക്കെ ആയിട്ട് തേക്കിൻ്റെ മരവും അതൊക്കെ പൊട്ടി വീണിട്ടുണ്ട്. പിന്നെ കാറ്റത്ത് നമുക്ക് കുറേ മാങ്ങകൾ വീണിട്ടുണ്ട്. നമ്മുടെ പുറത്തെ മാവ് തന്നെയാണ് വീണിരിക്കുന്നത്. ഞാൻ ആ മാങ്ങയൊക്കെ പെറുക്കണം. പക്ഷെ പഴുത്തിട്ടൊന്നുമില്ല, കാറ്റത്ത് വീണതാണ്, പച്ചയാണ് എല്ലാം, പഴുത്തിട്ടൊന്നുമില്ല. അപ്പം ഞാൻ കുറേ തിരഞ്ഞു നോക്കി, ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു, പുറത്തെ വെള്ളത്തിൽ. ഇനി അതൊക്കെ കഴുകിയെടുക്കണം. പക്ഷേ കളറൊക്കെ മാറിയിട്ടുണ്ട്, പക്ഷെ പഴുത്തിട്ടൊന്നുമില്ല, പച്ചയാണ് എല്ലാം. പിന്നെ ഒരു ചക്ക പഴുത്തത് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏട്ടൻ മുറിക്കുകയാണ്, പഴുത്ത ചക്ക. പക്ഷെ നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് മഴ പെയ്തപ്പോൾ വെള്ളം കയറിയിട്ടാണെന്ന് അറിയില്ല, പക്ഷെ മധുരം കുറവായിരുന്നു. അപ്പോൾ പിന്നെ അമ്മയാണ് മുറിച്ചെടുക്കണത്. അപ്പം അത് നമുക്ക് കഴിക്കാനൊന്നും പറ്റിയില്ല, അത്രയ്ക്ക് നല്ല മധുരം കുറവായിരുന്നു. അപ്പം ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പിന്നെ അങ്ങനെ നേരാക്കി എടുത്തു, എല്ലാം ചുള പറിച്ചെടുത്തു. പിന്നെ ഒരു ചക്കയും കൂടിയുണ്ട്. അത് അപ്പുറത്തെ വീട്ടിലെ വല്യമ്മൻ്റെ വീട്ടിലത്തെ മരം പൊട്ടി വീണതാണ്. അപ്പോൾ വല്യമ്മ കൊണ്ടുവന്ന് തന്ന ചക്കയാണ്, പച്ച ചക്കയാണ്. അപ്പം ഞാനതിങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് കഴിച്ചു നോക്കി. മധുരമില്ല, തീരെ മധുരമില്ലാത്ത ഒരു ചക്കയാണ്. അപ്പം നമുക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് ഉണ്ടാക്കാം, ചക്ക പായസമൊക്കെ വയ്ക്കാം. അപ്പം ഞങ്ങൾ ആ പച്ച ചക്കയും കൂടി വെട്ടുകയാണ്. നമുക്ക് വേണമെങ്കിൽ ചക്ക വറക്കാൻ വേണ്ടിയിട്ട് ചക്കച്ചുള എടുത്ത് നമുക്ക് വറുത്ത് ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. പക്ഷേ അത് മൂത്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ചും കൂടി ആവണമായിരുന്നു. അപ്പം ഞങ്ങളത് എന്തായാലും വെട്ടിയ സ്ഥിതിക്ക് ഞങ്ങളൊക്കെ അതെല്ലാം അരിഞ്ഞെടുത്തു. നമുക്ക് ചക്ക എണ്ണയിലിട്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നേരാക്കാനൊരു പണിയാണ്. അപ്പോൾ നമ്മൾ നേരാക്കി കഴിഞ്ഞു. അപ്പോൾ ചക്ക വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഇവിടെ കറണ്ടില്ല, നല്ല മഴക്കാറൊക്കെ ആയത് കാരണം കൊണ്ട് കറണ്ടൊക്കെ പോയിരിക്കുകയാണ്. അപ്പം ഞാൻ പുറത്ത് അടുപ്പിലാകുമ്പോൾ നമുക്ക് നല്ല വെളിച്ചവും കിട്ടും. അപ്പോൾ പുറത്തടുപ്പിൽ തന്നെ കത്തിക്കാൻ വെച്ചിരുന്നു. അപ്പം തീ പിടിച്ചു. പിന്നെ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെ വറക്കണം എന്നങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ എണ്ണയൊന്നും അധികം അങ്ങനെ മേടിച്ചിട്ടില്ല. അപ്പോൾ ഉള്ള എണ്ണയിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത്.
നമുക്ക് പുറത്ത് അടുപ്പ് കത്തിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഉണങ്ങിയ വിറകാണ്, അപ്പോൾ അത് നന്നായിട്ട് കത്തും തീയൊക്കെ. പിന്നെ അടുപ്പിൽ കത്തിക്കുമ്പോൾ ഇപ്പോൾ ഇത് കുറച്ചുകൂടി പെട്ടെന്നാവും. അപ്പോൾ നമ്മൾ ഇത്ര നേരമാക്കി എടുത്തിട്ടുണ്ട്. ഇത്ര കിട്ടി. പക്ഷേ നമുക്കത് നേരാക്കുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ തോന്നും. പക്ഷെ നമ്മൾ വറുത്ത് കഴിഞ്ഞ് നമുക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇപ്പം എണ്ണ അതിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ടിടാം. ഞങ്ങൾ എണ്ണയിൽ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ കുറവായത് കാരണം കൊണ്ട്, ഓയിൽ കുറവായത് കൊണ്ട് നമ്മൾ കുറച്ചേ ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ ഇത് അടുക്കളുടെ സൈഡാണ്, ബാക്ക് സൈഡാണ്. അതുപോലെ ഇങ്ങനെ മരങ്ങളൊക്കെ ഉണ്ട്. അത് അപ്പുറത്തെ തൊടിയാണ്, അപ്പുറത്തെ വീട്ടുകാരുടെ. അപ്പം അതിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങളുടെ അടുപ്പ്. എന്നിട്ട് ഉപ്പുവെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് അടുപ്പിലാകുമ്പോൾ ഏറ്റവും നമ്മൾ തീയും കത്തും, പിന്നെ തീക്കാനിലൊക്കെ നന്നായിട്ട് അടുപ്പിലുണ്ടാവുള്ളൂ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അടുപ്പിലുണ്ടാക്കാനാണ് ഇഷ്ടം. അടുപ്പാകുമ്പോൾ നമുക്ക് പുറത്ത് നിന്ന് ഉണ്ടാക്കുമ്പോൾ നല്ല വെളിച്ചവും കിട്ടും, നല്ല കാറ്റൊക്കെ കിട്ടും. പിന്നെ കൂടുതൽ അടുപ്പിലുണ്ടാക്കാനാണ് ഇഷ്ടം. പക്ഷെ നമുക്ക് ഉണങ്ങിയ വിറക് വേണം, അല്ലെങ്കിൽ നമുക്ക് കത്തിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ കോരി എടുത്തു. കുറച്ച് എടുത്തിങ്ങനെ വന്നപ്പോഴേക്കും കുറച്ച് കരിയാറായ പോലെയായി. പക്ഷെ കരിഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഇവിടെ നല്ല തീ ഉണ്ടായിരുന്നു. തീ ഇതായപ്പോൾ പിന്നെ നമ്മുടെ എല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു. ഇത്ര കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഫസ്റ്റത്തേക്ക് ഉണ്ടാക്കിയതൊക്കെ നമ്മൾ തീറ്റ കഴിഞ്ഞു. പിന്നെ അപ്പോഴേക്കും ഏട്ടൻ മീൻ മേടിച്ചിട്ട് വന്നു. അപ്പോൾ അടുത്തൊരു മീനിന് ജീവനുണ്ട് കേട്ടോ. എനിക്ക് ജീവനുള്ളതാണെങ്കിൽ നേരാക്കാൻ പേടിയാണ്, തൊടാൻ തന്നെ പേടിയാണ്. അപ്പോൾ അത് ചെറുതായിട്ട് ജീവനുണ്ട് അതിന് വെള്ളത്തിട്ടപ്പോൾ. എന്നിട്ട് ഏട്ടൻ അതിങ്ങനെ ജീവനുണ്ടോയെന്ന് നോക്കുകയാണ് ഏട്ടൻ. ഞാനപ്പോൾ കത്രിക കൊണ്ട് വെറുതെ തട്ടി നോക്കുകയാണ്. പക്ഷെ അനങ്ങണമൊന്നും കാണാനില്ല. പക്ഷെ ചെറിയ ജീവനുണ്ട്. പിന്നെ ഏട്ടൻ അതിനെ കൊണ്ടുവന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞാൻ നേരാക്കുന്നത്. നല്ല മുള്ളൊക്കെ ഉണ്ട് ഈ മീനിൽ. അപ്പോൾ അത് ഫിലോപ്പിയാണ്. ഈ മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ മീൻ. നല്ല നെയ്യ് കൂടുതലുള്ള മീനാണ്. നമുക്ക് നല്ല ദശ ഒക്കെ ഉള്ള മീനാണ്. നമ്മൾ മീൻ നേരാക്കുന്ന സൈഡിൽ തന്നെയാണ് കോഴികളുണ്ട്. അപ്പോൾ അവരും നമ്മൾ മീൻ നേരാക്കുന്ന അടുത്തേക്ക് കോഴികളൊക്കെ വരും. കോഴിയും പൂച്ചയൊക്കെ വരും. പിന്നെ നമ്മൾ ഈ വോയിസ് റെക്കോർഡൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ രാവിലെയൊക്കെ കൊടുക്കാം. രാവിലെ കൊടുക്കുമ്പോഴും നമുക്ക് വീട്ടിൽ 2-3 കോഴിയുള്ളൂ. പക്ഷെ അപ്പുറത്തൊക്കെ നിറയെ കോഴികളൊക്കെ ഉണ്ട് എല്ലാ വീട്ടിലും. അപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും നമുക്ക് ഈ കോഴികളുടെ സൗണ്ടൊക്കെ കേൾക്കും. പിന്നെ നമ്മുടെ വീട്ടിൽ ആടും ഉണ്ട്. പിന്നെ അടുത്ത ഒരാട് പ്രസവിച്ചിട്ടുണ്ട്.
അപ്പോൾ ആട് കരയണ സൗണ്ടും കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ മീൻ അലക്കുമ്പോൾ അടുത്തേക്ക് വരികയാണ് മീൻ എടുക്കാൻ വേണ്ടിയിട്ട്. മീൻ കറി വയ്ക്കുന്ന വീഡിയോയും കൂടി ഞാൻ എടുത്തു. കൂടുതലും ഞാൻ മീൻ കറി വയ്ക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൽ നമ്മൾ ചക്ക വറുത്ത എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എണ്ണ കുറച്ച് ഒഴിച്ചിട്ട് അതിൽ തന്നെയാണ് ഞാൻ കറി വയ്ക്കുന്നതും. പിന്നെ ഞാൻ ആ ചട്ടിയിൽ തന്നെ കറി വയ്ക്കണേ. ആ ചട്ടി ഒന്ന് കഴുകിയെടുത്തിട്ട് കാരണം നമ്മൾ അടുപ്പിൽ എല്ലാ ചട്ടിയും വെക്കില്ല, കരിയാവുന്ന കാരണം കൊണ്ട് അധികം ചട്ടി തന്നെ അടുപ്പിലേക്ക് 1-2 ചട്ടിയൊക്കെ ഞാൻ കറി വെക്കുന്നതിന് വെച്ചത്. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, കടുകും ഉലുവയും പൊട്ടിച്ചിട്ട്, പിന്നെ സവാള ഇട്ടിട്ടുണ്ട്, പിന്നെ പച്ചമുളക് ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ എല്ലാ മീൻകറിയും വെക്കുന്ന പോലെ തന്നെയാണ് വയ്ക്കുക. പക്ഷേ നമ്മൾ അടുപ്പിൽ വയ്ക്കുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഗ്യാസ് അടുപ്പിൽ വയ്ക്കുന്നതിനെക്കാട്ടും ടേസ്റ്റാണ് അടുപ്പിൽ വയ്ക്കുമ്പോൾ. അപ്പോൾ വൈകുന്നേരത്താണ് വെള്ളം വന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെയാണ് കറി അടുപ്പിൽ വെച്ചിട്ട് അടുത്ത് തന്നെയാണ് പൈപ്പ്. അപ്പോൾ വെള്ളം പിടിച്ച് വയ്ക്കുകയാണ്. പിന്നെ പൊടിയൊക്കെ ഇടുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടപ്പോൾ എനിക്ക് പോരാ തോന്നി. അപ്പോൾ 2-3 വട്ടം ഞാൻ ഇട്ടു കുറച്ച്. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഉള്ളിൽ പോയിട്ട് വഴറ്റി കഴിഞ്ഞ് നമുക്ക് പച്ചമണമൊന്നും ഉണ്ടാവില്ല. നമ്മൾ കറി പുളിയൊക്കെ ഒഴിച്ചിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടുകയാണെങ്കിൽ നമുക്ക് നല്ല മഞ്ഞൾപ്പൊടിയുടെ കുത്തലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇടുമ്പോൾ അതിന് കുത്തലൊന്നും ഉണ്ടാവില്ല. നമ്മൾ പൊടിയൊക്കെ ഇട്ട് വാട്ടി വയ്ക്കുമ്പോൾ, നമ്മൾ പൊടിയൊക്കെ ഇട്ട് തീ കത്തിക്കാൻ പാടില്ല. കത്തിച്ച് കഴിഞ്ഞാൽ മൊത്തം കരിഞ്ഞു പോവും. ഞങ്ങൾക്ക് തീയൊന്നും കത്തുന്നില്ല. അപ്പം ഞാനത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും. പിന്നെ ഒരു തക്കാളി എടുത്ത് 2 തക്കാളി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി അരിഞ്ഞിടുകയാണ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ പുളി കലക്കി അതിനകത്ത് ഒഴിക്കുക. നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പുളി കലക്കി ഒഴിക്കുക. നമുക്ക് അതിൻ്റെ വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ചിടുക. എന്നിട്ട് ഞാനിപ്പോൾ അടച്ച് വെച്ചു. പിന്നെ നമുക്ക് ഇത്രയും പാത്രം കഴുകാനുണ്ട്. ഇപ്പോൾ പൈപ്പിലിപ്പോൾ വെള്ളവും വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ പാത്രമൊക്കെ കഴുകിയെടുക്കണം. എനിക്ക് പുറത്താണ് പാത്രം കഴുകുന്നത്. അപ്പം നിന്ന് തന്നെ പാത്രം കഴുകണം. പിന്നെ ഈ ബക്കറ്റുള്ള വെള്ളം മാട്ടിന്, ഞങ്ങളുടെ മാടെന്നാണ് പറയുക പാലക്കാട്, പശുവിന് കൊടുന്ന കഞ്ഞിവെള്ളമാണ്. അപ്പം അതിനകത്ത് അപ്പുറത്ത് വീട്ടിൽ നിന്നൊക്കെ അപ്പം അതിനകത്ത് നിറയെ പച്ചക്കറികളൊക്കെ ഉണ്ട്. അപ്പോൾ കോഴി കൊത്തി തിന്നുകയാണ്. ഇത് കോഴി കൊത്തി തിന്നും. അത് കഴിഞ്ഞ ശേഷം ആടുകൾ വന്ന് കുടിക്കും. എന്നിട്ടാണ് മാട്ടിന് കിട്ടുക. അത് എല്ലാവരുടെയും കഴിഞ്ഞിട്ടാണ് പിന്നെ മാട്ടിന് ലാസ്റ്റ്. ഇവരെല്ലാവരും ഇതിൽ കയറി കൊത്തി കഴിക്കും. അപ്പോഴേക്കും മീൻ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് നന്നായി. നമ്മൾ കുറേ നേരം തിളപ്പിക്കണം. അപ്പം നമുക്ക് കറിയൊക്കെ നന്നായി കുറുകി വരും. അപ്പോഴേക്കും കറിയായി. ഞാൻ മീനിടുന്ന ഭാഗമൊന്നും എടുത്തില്ല, കാരണം ഇവിടെ നല്ല അപ്പം കറണ്ട് ഉണ്ടായിരുന്നില്ല. അടുത്ത് ചോറ് വെക്കണം. നിങ്ങളോട് മഴ ഉണ്ടാവും, എല്ലാ ഭാഗത്തും മഴ ഉണ്ടാവുമായിരിക്കും. അതൊക്കെ നല്ല മഴ എടുക്കുന്നത്.
മഴയത്ത് നടക്കുകയാണ്, നല്ല മഴ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ